ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ പറയും പോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കാതെ ചെയ്യണേ. കൂടാതെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ എങ്ങനെയാണ്, വീഡിയോയിലേക്ക് പോവല്ലേ? ഒരു പാനിലോട്ട് മീഡിയം സൈസുള്ള 4 സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോട്ടെ. അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 10 ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുള്ളി ഇട്ട കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. സവാളയിലത്തെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടിക്കോളും. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായി വാട്ടിയിടുക. പെട്ടെന്നാവാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ള കാരണം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മുടെ സവാളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് ചതച്ചതാണ് അതുകൂടെ ഇട്ട് കൊടുക്കുക. പച്ചമുളക് ക്രഷ് ചെയ്തിട്ടത് വേറെ ഒന്നും കൊണ്ടല്ലേ, ഇവിടെ മക്കള് പച്ചമുളക് കണ്ടെടുത്ത് പുറത്തേക്ക് കളയും. അപ്പം ഞാൻ സാധാരണ ക്രഷ് ചെയ്തിട്ടാണ് ഇടാറ്. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഒരു വലിയ തക്കാളി ചെറുതാണെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കാം, ചെറുതായി കട്ട് ചെയ്തത്. തക്കാളി നന്നായി ഒന്ന് വാടി കിട്ടണം. തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മസാല കൂട്ടൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫീഡ്ബാക്ക്സ് ഒന്ന് മറക്കാതെ കമൻസായിട്ട് അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ കൈയോടെ ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.